ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയൈ അയൺ 2656 ആൻഡ് ബിസ്മത്ത് 83209 in units of mega electron volt from the following data. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് കാണണമെങ്കിൽ ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയണിൻ്റെ കാര്യമാണ്. Fe2656. ഇതിൻ്റെ ബൈൻഡിങ് എനർജിയാണ് ഞാൻ ആദ്യം കാണാൻ പോകുന്നത്. ബൈൻഡിങ് എനർജി എന്താണെന്നറിയാമല്ലോ. എത്രത്തോളം എനർജിയിലാണ് ന്യൂക്ലിയോൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണണമെങ്കിൽ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല എഴുതാം. മാസ് ഡിഫക്റ്റ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. മാസ് ഡിഫക്റ്റ് കാണാനായിട്ടുള്ള ഫോർമുല എന്താണെന്ന് അറിയാമോ? മാസ് ഡിഫക്റ്റ് കാണാനുള്ള ഫോർമുല Z ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് മാസ് ഓഫ് അയണല്ലേ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2656. ഇങ്ങനെ നമ്മൾ ഡെൽറ്റ എം കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ബൈൻഡിങ് എനർജി. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ ഓഫ് അയൺ. സെഡ് എന്ന് പറഞ്ഞാൽ താഴെ വരുന്ന നമ്പർ അല്ലേ സെഡ് 26. എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ പ്രോട്ടോൺ അല്ലേ. അത് നമ്മൾ ആറ്റോമിക് മാസ് യൂണിറ്റിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ ക്വസ്റ്റിൽ കാണിച്ചിട്ടില്ലെങ്കിലും എക്സാമിന് അത് തരും. എം പി എം എൻ തരും. എം പി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പ്രോട്ടോൺ, എം എൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ എം പി നമുക്ക് തരും. അപ്പോൾ ഞാൻ അവിടെ എഴുതട്ടെ, ക്വസ്റ്റിൽ തരുന്നതാണ്, അല്ലാതെ ബൈ ഹാർട്ട് ആക്കുന്നതല്ല. അപ്പോൾ എം പി ചെയ്ത് വരുമ്പോഴേ എം പിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 1.0078 1.0078 ആണ്. പ്ലസ് എ മൈനസ് സെഡ് അല്ലേ. എ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കാര്യമല്ലേ പറയുന്നത്. എ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക. 56ൻ്റെ 26ൻ്റെ ഡിഫറൻസ് 30 ആണ്. ഇൻറ്റു എം എൻ. എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ന്യൂട്രോൺ അല്ലേ. 30 ഇൻറ്റു 1.0086 മൈനസ് മാസ് ഓഫ് അയൺ സിംഗിൾ ന്യൂക്ലിയസ്, മാസ് ഓഫ് ദ അയൺ ന്യൂക്ലിയസ് അത് തന്നിട്ടുണ്ടല്ലോ 55.93 അല്ലേ. മൈനസ് ഇവിടെ എഴുതട്ടെ, മൈനസ് ഓഫ് 55.9349. ഓക്കെ, ദിസ് മച്ച് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് കംപ്ലീറ്റ് ആറ്റോമിക് മാസ് യൂണിറ്റിലാണ്, കിലോഗ്രാമിലല്ല തന്നിട്ടുള്ളത്. കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം കിട്ടുന്നത് 0.52. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. 0.5284 വരും ആറ്റോമിക് മാസ് യൂണിറ്റ്. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് അത് ബൈ ഹാർട്ടായിട്ടുണ്ടാവണം. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇക്വലൻ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഇത്രയും എനർജി കിട്ടും. അപ്പോൾ ഇവിടെ 0.5284 അല്ലേ. ആറ്റോമിക് മാസ് യൂണിറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 0.5284 ഇൻറ്റു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ. അത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ആൻസർ 492.26 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതാണ് ബൈൻഡിങ് എനർജി ഓഫ് അയൺ. അപ്പോൾ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരാറുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ബിസ്മത്തിൻ്റെ ഉണ്ട് ഇതേപോലെ അല്ലേ. ഫോർ ബിസ്മത്ത് 83209 ഇതിൻ്റെ ബൈൻഡിങ് എനർജി കാണാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. ഫോർമുല അറിയാലോ, Z ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് മാസ് ഓഫ് ബിസ്മത്ത് 83209. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
താഴെ വരുന്ന നമ്പർ 83 അല്ലേ? ശരിയല്ലേ? സോ സെഡിൻ്റെ സ്ഥാനത്ത് 83 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡിന് പകരം 83 ബിസ്മത്തിൻ്റെ കാര്യമല്ലേ. എം പി എന്നുള്ളത് അറിയാമല്ലോ, മാസ് ഓഫ് ദ പ്രോട്ടോൺ 1.0078 പ്ലസ് എ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ 209 മൈനസ് 83. ശരിയല്ലേ? കറക്റ്റാണോ? എത്രയാണ് 209 മൈനസ് 83 ചെയ്താൽ എത്ര വരും? 126 കിട്ടും. ശരിയല്ലേ? 126 കറക്റ്റാണോ നോക്കാം. 126 വരും. ഇൻറ്റു എം എൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ന്യൂട്രോൺ, അത് തരും 1.0086 മൈനസ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ബിസ്മത്ത്, അത് എത്രയാണ്? 208 പോയിൻറ്റ് അല്ലേ? 208.9803. ഇനിയും വേണമെങ്കിൽ ഡിജിറ്റ്സ് എടുക്കാം. അപ്പോൾ മാസ് ഡിഫെക്റ്റ് ചെയ്തു വരുമ്പോൾ 1.7608 കിട്ടും. ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടും. നമ്മളതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.7608 ഇൻറ്റു 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഇക്വാലൻ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇപ്പോൾ ചെയ്തു വരുമ്പോൾ 1640.26 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ആൻസർ വരിക. ഇതാണ് ബൈൻഡിങ് എനർജി. ഓക്കെ.